മന്ത്രകോടി. നന്ദേട്ടൻ എന്നോട് വെറുപ്പല്ലായിരുന്നോ? എത്രമാത്രം എന്നെ അകറ്റി നിർത്തി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ എന്തോരം വഴക്ക് പറഞ്ഞു. ഞാൻ ഞാൻ അതൊക്കെ ഓർത്ത് കരഞ്ഞതിന് കണക്കില്ല. പലപ്പോഴും എനിക്കെൻ്റെ ചങ്ക് പൊട്ടി. എത്രയോ രാത്രികൾ ഞാൻ ഇങ്ങനെ കണ്ണീർ വാർത്തുന്നു. അതുവരെയും അടക്കിപ്പിടിച്ച സങ്കടം മുഴുവൻ ദേവു അവൻ്റെ മുന്നിൽ തുറന്നു കാട്ടി. അപ്പോഴേക്കും നന്ദൻ അവളെ ആഴത്തിൽ പുണർന്നു കഴിഞ്ഞു. ഇഷ്ടമായിരുന്നു പെണ്ണേ, എനിക്ക് ഒരുപാട് ഇഷ്ടം. ആദ്യമൊക്കെ ദേഷ്യമായിരുന്നുവെങ്കിലും ഇവിടെ വന്നതിൻ്റെ 3-ാം നാൾ മുതൽ നീ എൻ്റെ ജീവനായിരുന്നു. സത്യം പറഞ്ഞാലേ നിന്നെ എനിക്കൊരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് നീ വീട്ടിൽ പോകാൻ ചോദിച്ചിട്ട് പോലും ഞാൻ അനുവാദം തരാതിരുന്നത്. ആദ്യമായി നിന്നെ പിരിഞ്ഞ വേദന അതെത്രമാത്രം ആയിരുന്നുവെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ദേവു. അവനത് പറയുമ്പോൾ ദേവുവിൻ്റെ കൈകൾ അല്പം കൂടി മുറുകി. പിന്നെ എൻ്റെ കുറച്ച് കോംപ്ലക്സ് ആണ് എന്നെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. നീ അതൊക്കെ മറക്കണം. പോട്ടെ, സാരില്ല. അവൻ അവളോട് ക്ഷമാപണം നടത്തുകയാണ്. ഇല്ല, നന്ദേട്ടൻ കളവ് പറയുക. എനിക്കറിയാം. എന്നോട് വെറുതെ പറയുന്നതാണ്. എന്നെ പറ്റിക്കുമല്ലേ? ദേവു കൈമുഷ്ടി കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചെറുതായി ഇടിച്ചു. നിന്റെ ചേച്ചിയും വീട്ടുകാരും കൂടി എന്നെ ഒരു കോമാളിയാക്കിയപ്പോൾ നിന്നിലൂടെ പകരം വീട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കപ്പോൾ എല്ലാവരോടും വെറുപ്പായിരുന്നു, നിന്നോട് പോലും. പക്ഷെ ദേവു, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ നിന്നു, എന്നോടൊരു വാക്കുപോലും ഉരിയാടാതെ. എപ്പോഴൊക്കെയോ ഞാനും നിന്റെ മുൻപ് ചെറുതായി തുടങ്ങി. ഞാൻ പോലും അറിയാതെ നീ എൻ്റെ മനസ്സ് കീഴടക്കി ദേവു. നീ നീ നന്ദൻ്റെയാണ്, നന്ദൻ്റെ മാത്രം. അവനവളെ ഗാഢമായി ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മരണം വരെയും നീ എനിക്കുള്ളതാണ്. ഐ ലവ് യു ദേവൂട്ടി. നന്ദൻ്റെ മാത്രമായാൽ മതിയോ? അവൾ ചോദിച്ചു. മാത്രമായാൽ മതി. പിന്നെ വേണമെങ്കിൽ ഉടനെ തന്നെ എൻ്റെ മോളുടെ അമ്മ കൂടി അയക്കോ. അതും പറഞ്ഞുകൊണ്ട് അവനവളെ പൊക്കിയെടുക്കാൻ തുടങ്ങിയതും അയ്യോ വേണ്ടെന്ന് പറഞ്ഞ് അവൾ കുതറി മാറി. പക്ഷെ അവൻ കേട്ടിരുന്നില്ല. നന്ദേട്ടാ പ്ലീസ് വിടൂന്നേ. അവൾ പ്രാവ് കുറുകും പോലെ കുറുകി. വിടാന്നേ, പക്ഷേ എനിക്ക് കുറച്ച് കലാപരിപാടികളുണ്ട്. നന്ദനത് പറയുകയും പെണ്ണിൻ്റെ ശ്വാസമെടുപ്പ് ഉയർന്നു. ഏട്ടാ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല ദേവൂട്ടാ. നീ അനങ്ങാതൊന്നും ഇരുന്നേ. ഇങ്ങനെ കിടന്ന് കുതറിയാൽ ഞാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. അവളുടെ കാതിലത് പറഞ്ഞുകൊണ്ട് അവനൊന്നു നുണഞ്ഞതും പെണ്ണൊന്ന് അടിമുടി പൂത്തെളിഞ്ഞു. അവളെ ബെഡിലേക്ക് മെല്ലെ കിടത്തിയ ശേഷം നന്ദനും അവളുടെ അരികത്തായി വന്ന് കിടന്നു. ആ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ അവളുടെ നെറ്റിത്തടത്തിൽ ആദ്യമായി ഒരു മുത്തം നൽകി. പിന്നീട് അവളുടെ ഇരു മിഴികളിലും മാറി മാറി മുത്തി. കവളിനെ ചുംബിച്ചുണർത്തിയ ശേഷം വിറയാർന്ന അതിരങ്ങളെ ഒന്ന് തലോടിയതും പെണ്ണൊന്ന് ഞെട്ടിയതായി അവന് തോന്നി. ഒന്നുകൂടി തലോടിയ ശേഷം അവൻ തൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു. അവളുടെ വിടരാൻ വെമ്പി നിൽക്കുന്ന പൂമൊട്ട് പോലുള്ള അതിരത്തിൽ അവൻ ചേർന്നതും പെണ്ണിൻ്റെ പിടുത്തം അല്പം മുറുകി. മെല്ലെ മെല്ലെ അവളെ അല്പം പോലും വേദനിപ്പിക്കാതെ മാറി മാറി അവൻ നുണഞ്ഞപ്പോൾ അതുവരെയും അനുഭവിക്കാത്ത സുഖലോലുപങ്ങളിൽ ആറാടാൻ വെമ്പി നിൽക്കുകയായിരുന്നു അവളുടെ ഉള്ളം. അവളുടെ കഴുത്തിടുക്കിലേക്ക് അവൻ മുഖം ചേർത്ത് അല്പനിമിഷം വിശ്രമിച്ചു. ശേഷം അവളുടെ മൃദുലതയിൽ ഒന്ന് നാസിക കൊണ്ട് ഉരസിയതും പെണ്ണൊന്നുയർന്നു പൊങ്ങിയിരുന്നു. നന്ദേട്ടാ. അവളുടെ വിളിയൊച്ച കൂടി കേട്ടതും അവൻ്റെ കരങ്ങൾ അനുസരണക്കേട് കാട്ടിത്തുടങ്ങി. ഒരിക്കൽ കൂടി ആ മൃദുലതയിൽ ആഴത്തിൽ മുത്തിയ ശേഷം അവൻ വീണ്ടും താഴത്തേക്കിറങ്ങി. മേനയിലെ ആടകളുടെ തിരശീല മാറ്റാൻ ഇത്തിരി പാടുപെട്ടുവെന്ന് വേണം പറയാം. കരലാളനകൾ ഒരുപാട് ഏൽപ്പിച്ച ശേഷമാണ് അവനതൊക്കെ മാറ്റിയത്. അവളുടെ അണിവയറിൽ ചുംബന പൂക്കാലം നൽകി അവൻ്റെ മുഖം അല്പം കൂടി താഴേക്ക് തൻ്റെ സഞ്ചാരപാത തേടി. നന്ദേട്ടാ പ്ലീസ്, ഞാനൊന്നും പറഞ്ഞോട്ടെ. അവൻ്റെ മുടിയിഴകളിൽ അവൾ വിരൽ കോർത്ത് വലിച്ചപ്പോൾ അവൻ അവളിലെ തേൻ നുകർന്നു കഴിഞ്ഞിരുന്നു. അവൻ അപ്പോഴേക്കും രാസലീലകളിൽ ആടിമറഞ്ഞു. മായാജാലകം തുറന്നു കാട്ടി അവളിലേക്ക് മെല്ലെ മെല്ലെ അവൻ ആഴ്ന്നിറങ്ങി. ശ്വാസതാളങ്ങൾക്ക് ചൂട് പിടിച്ചപ്പോൾ അവൻ്റെ നിമ്നോന്നതങ്ങൾക്ക് വേഗമേറി.
അവളുടെ ഓരോ സിരകളിലും സുഖവും നോവും പടർത്തിക്കൊണ്ട് അവൻ അങ്ങനെ തൻ്റെ പാതയിൽ പൂർണ്ണനായി മാറി. നന്ദൻ്റെ നഗ്നമായ മാറിൽ പറ്റിച്ചേർന്ന് കിടക്കുകയാണ് ദേവു. ആദ്യ രതിയുടെ ആലസ്യഭാവത്തിൽ. അമ്മ വന്ന് വാതിൽ കൊട്ടിയപ്പോൾ അവൾ അവനിൽ നിന്ന് അടർന്നു മാറി. സമയം നോക്കിയപ്പോൾ 8 മണി. ഈശ്വരാ, നേരം ഇത്രയായോ? നാണക്കേട്. പെട്ടെന്ന് അവൾ തൻ്റെ ദേഹത്തേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് ഇട്ടിരുന്ന ടോപ്പ് പിടിച്ച് നേരെ ഇട്ടു. ഓടിച്ചെന്ന് വാതിൽ തുറന്നു. മോളെ, നീ ഇത്രയും വൈക്കുന്ന ശീലം ഇല്ലായിരുന്നു, അതുകൊണ്ട് വന്നതാ, വാതിക്കൽ നിന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ. ഉറങ്ങിപ്പോയമ്മേ. സോറി, ഞാൻ പെട്ടെന്ന് കുളിച്ചു വരാം. രാവിലെ തന്നെ നന്ദനും ദേവൂട്ടിയും വാര്യരുടെയും അമ്മയുടെയും ഒപ്പം നാട്ടിലേക്ക് പോകാൻ റെഡിയായി വന്നു. കോളേജിൽ നിന്ന് ചെല്ലാമെന്ന് ദേവു അവരോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരികളെല്ലാവരും അവളെ കാണാൻ കാത്തിരിക്കുകയാണ്. നന്ദേട്ടനോടൊപ്പം ആദ്യ യാത്ര. അവൾ ഒരുപാട് സന്തോഷവതിയായിരുന്നു. ഇത്രയും സന്തോഷത്തോടെ ഏട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. തലേ രാത്രിയിലെ നനുത്ത ഭാവങ്ങൾ ഓർക്കും തോറും അവളുടെ ചുണ്ടിൽ ഇടയ്ക്കൊക്കെ വിരിയുന്ന പുഞ്ചിരിക്ക് മഴവില്ലിൻ വർണ്ണത്തിൻ്റെ ചാരുതയായിരുന്നു. നന്ദൻ്റെ കള്ളനോട്ടം ഇടയ്ക്കൊക്കെ അവളിലേക്ക് പാറി വീഴും. എന്നിരുന്നാലും ശരി, അച്ഛനും അമ്മയുമൊക്കെ ഉള്ളതിനാൽ അവളതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് ഊറിച്ചിരിച്ചു. കോളേജിൽ ദേവൂട്ടിക്ക് വേണ്ടി വിപുലമായ ചടങ്ങുകളായിരുന്നു. അവൾക്ക് ആശംസ അർപ്പിക്കുവാനായി അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും മത്സരിച്ചു. നന്ദൻ നോക്കിയപ്പോൾ എല്ലാവരും പ്രായമുള്ള അധ്യാപകർ. പക്ഷേ ഹരി സാർ, അങ്ങനൊരു യുവാവിൻ്റെ മുഖം അവിടെ എങ്ങും കണ്ടെത്താനായില്ലവന്. ദേവൂട്ടിയുടെ മനസ്സിലും ഇതേ വികാരമായിരുന്നു. സാർ എവിടെയെന്നാണ് അവൾ തിരഞ്ഞതും. ആശംസകൾ അർപ്പിക്കുമ്പോൾ പ്രിൻസിപ്പൽ ദേവൂട്ടിയോട് പറഞ്ഞു, തൻ്റെ ക്ലാസ് ടീച്ചർ എത്തിയിട്ടില്ല കേട്ടോ, അദ്ദേഹം അല്പം ബിസിയായിപ്പോയി, ഇപ്പോൾ എത്തുമായിരിക്കുമെന്ന്. ദേവൂട്ടിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ദേവു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഹോണ്ട സിറ്റി ചീറിപ്പാഞ്ഞു വന്നത്. അത് ഹരിസാറാണെന്ന് തിരിച്ചറിയാൻ അവൾക്കധികം സമയം വേണ്ടി വന്നില്ല. നന്ദൻ നോക്കിയപ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കാറിൽ നിന്നിറങ്ങുന്നു. കൂടെ അതിസുന്ദരിയായ ഒരു യുവതിയും. ഞങ്ങൾ വൈകിയെന്നറിയാം, റിയലി സോറി ദേവിക എന്ന് പറഞ്ഞ് ഹരി അവർക്കരികിലേക്ക് വന്നു. ദേവു ഒന്നും മനസ്സിലാക്കാത്ത പോലെ അവരെ നോക്കി. സാറിൻ്റെ വിവാഹം കഴിഞ്ഞോ എന്നൊരു സംശയം അവളിൽ ഉടലെടുത്തു. സാറല്ലെങ്കിലും പുതുമോടിയല്ലേ, ബിസിയാണെന്നുള്ള കാര്യം ഞങ്ങളൊക്കെ ദേവിയോട് പറഞ്ഞോന്നേ, വത്സല മാഡം അർത്ഥഗർഭമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ വിവാഹം ഇന്നലെയായിരുന്നു, അതാണ് കേട്ടോ. നന്ദനെ നോക്കിക്കൊണ്ടാണ് ഹരിസാർ പറഞ്ഞത്. ഓ, ഹാർട്ട്ലി കൺഗ്രാജുലേഷൻ സർ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ ഹരിയുടെ കൈ പിടിച്ചു കുലുക്കി. തുടരും.